ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല. അവരുടെ കഥ പറയും, ഇത് സംഭവിക്കും, അത് സംഭവിക്കും, പിന്നെ വഴിതെറ്റിപ്പോകും. നിതീഷ് ലക്നൌവിൽ വന്ന് അഖിലേഷിനെ കണ്ടപ്പോൾ മായാവതിയെ കണ്ടു. അത് സംഭവിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ അവളെ കാണുക പോലും ചെയ്തില്ലേ? അങ്ങനെ സംഭവിച്ചതായി ഞാൻ കരുതുന്നില്ല. നമുക്ക് ഏതിന്റെയും ഭാഗമാകാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഇന്ത്യ സഖ്യം നിങ്ങൾക്ക് അവരുടെ ഭാഗമാകാൻ കഴിയുമോ? ഒരു അത്താഴം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചോ? ആകാശ് ആനന്ദ്, ഞങ്ങളോടൊപ്പം ചേർന്നതിന് വളരെ നന്ദി. വലിയ ഉപകാരം ആണിത്. ഇത് നിങ്ങൾക്ക് തിരക്കുള്ള സമയമാണെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും. ഞാൻ വളരെ കാലം മുമ്പാണ് ജോലി ചെയ്യാൻ തുടങ്ങിയത്. എന്നെ വിളിച്ചതിന് നന്ദി, വളരെ നന്ദി. അത് ഗംഭീരമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ NDAയിൽ ചേരാത്തത്? എന്തുകൊണ്ട് NDAക്ക് പകരം PSP? ഞങ്ങളായി NDA ബ്ലോക്കിൽ ചേർന്നില്ല. കാരണം തീർച്ചയായും അവർ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ചിന്താ പ്രക്രിയയോ നയങ്ങളോ ആ തത്വങ്ങളിൽ ഞങ്ങൾ അവരുമായി യോജിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ. NDA ബ്ലോക്കോ NDAയോ മാത്രമല്ല, അവരുടെ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിന്റെ ട്രാക്ക് റെക്കോർഡ് അവർക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. വശങ്ങൾ അവർ ചെയ്യുന്നതെന്തും അവർക്ക് നൽകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് അത്ര സുഖകരവും ആത്മവിശ്വാസവും തോന്നുന്നില്ല. എന്നോട് പറയൂ, അവർ വന്ന് കണ്ട് നിങ്ങളെ ക്ഷണിച്ചോ? അതോ അവർ അങ്ങനെ ചെയ്തില്ലേ? ഇന്ത്യ ബ്ലോക്കിന്റെ ഭാഗമായി തുടക്കത്തിൽ ഞങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നതിനോ കൊണ്ടുവരുന്നതിനോ BSP ഉൾപ്പെടുത്തുന്നതിനോ അവർ തികച്ചും മടിച്ചു. അവർ മടിച്ചിരുന്നു? അതെ. അല്ലാത്ത പക്ഷം അവരെല്ലാം രൂപപ്പെടുത്തുമ്പോൾ തുടക്കത്തിൽ തന്നെ വരുമായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. തുടക്കത്തിൽ എന്താണ് സംഭവിച്ചത്? നിതീഷ് ലക്നൌവിൽ വന്ന് അഖിലേഷിനെ കണ്ടപ്പോൾ മായാവതിയെ കണ്ടോ? അങ്ങനെ സംഭവിച്ചതായി ഞാൻ കരുതുന്നില്ല. അവൻ അവളെ കാണുക പോലും ചെയ്തില്ലേ? അങ്ങനെ സംഭവിച്ചതായി ഞാൻ കരുതുന്നില്ല. അവൻ എന്തു ചെയ്തു? ഒരാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യരാണ്. അയാൾക്ക് ശരിയെന്ന് തോന്നിയത് അവൻ ചെയ്തു. എന്നാൽ ഞങ്ങൾ ആവശ്യമാണെന്ന് അവർ കരുതുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മളില്ലാതെ ജയിക്കാമെന്ന് അവർ വിചാരിക്കുന്നുവെങ്കിൽ അവരെ അനുവദിക്കും. എന്നാൽ അദ്ദേഹം അഖിലേഷിനെ കണ്ടു, മായാവതിയെ കാണാൻ ആവശ്യപ്പെട്ടില്ലേ? എനിക്കറിയുന്നിടത്തോളം ഇല്ല. നീ എന്ത് ചിന്തിക്കുന്നു? നിങ്ങളുടെ പഴയതും നഷ്ടപ്പെട്ടതുമായ വോട്ടർമാരെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ എങ്ങനെയാണ് പദ്ധതിയിടുന്നത്? എന്താണ് തന്ത്രം? തന്ത്രം ലളിതമാണ്. 2007, 2012 സർക്കാരുകളിൽ ഞങ്ങൾ പ്രവർത്തിച്ച തന്ത്രങ്ങൾ പാൻ ഇന്ത്യ എന്ന വലിയ തോതിൽ ഞങ്ങൾ നടപ്പിലാക്കും. ബെഹൻജിയുടെ ഭരണ വികസന മാതൃകയുമായി ഞങ്ങൾ സമൂഹത്തിലേക്ക് മടങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷമായി രാഷ്ട്രീയ സാഹചര്യം മാറിയതിനാൽ പ്രകടന പത്രിക ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്ക് പോലെ തുടരുമെന്ന എല്ലാ യുവ വോട്ടർമാരും, പ്രത്യേകിച്ച് പക്വതയുള്ള വോട്ടർമാരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവർ അതെവിടെയെങ്കിലും നടപ്പാക്കിയതായി ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. അതിനാൽ ഈ സമയം വിപണിയിലേക്കും ജനങ്ങളിലേക്കും ഒരു ട്രാക്ക് റെക്കോർഡുമായി പോകുന്നത് ഞങ്ങൾ ഈ ഘട്ടത്തിൽ രാജ്യം ഭരിക്കാൻ കൂടുതൽ യോഗ്യരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ പര്യാപ്തമാണെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ആരാണ് നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷം? നിങ്ങൾ പ്രധാനമായും ആരെയാണ് എതിർക്കുന്നത്? BJP അതോ യൂറോപ്പിലെ SP? നിങ്ങൾ ഒരു മുഖ്യമായും UP പാർട്ടി. അപ്പോൾ നിങ്ങൾ പ്രധാനമായും ആരോടാണ് പോരാടുന്നത്? അതിനാൽ ഞങ്ങൾ പ്രധാനമായും UP അല്ല. അതെ, UPയിൽ ഞങ്ങൾ പാർലമെന്ററി നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് വിജയങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ വോട്ട് ഷെയർ നോക്കിയാൽ നമ്മൾ രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്നു. നിങ്ങളാണ് അപ്പോൾ UPയിലെ ഏറ്റവും വലിയ പക്ഷം. ഞങ്ങൾ UPയിലെ ഏറ്റവും പക്ഷം. തമിഴ്നാടായാലും മഹാരാഷ്ട്രയായാലും മധ്യപ്രദേശായാലും സംസ്ഥാനങ്ങളിലുടനീളം ആശങ്കകൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതായി ഞങ്ങൾക്ക് തോന്നുന്നു. അപ്പോൾ ആരാണ് നിങ്ങളുടെ പ്രധാന പ്രതിപക്ഷം? മറ്റുള്ളവരെക്കാൾ അല്പം കൂടുതൽ നിങ്ങളുടെ എതിർപ്പ് ആരാണ്? BJP? നിങ്ങൾ രണ്ടും പറയുമെന്ന് എനിക്കറിയാം. എന്നാൽ ആരാണ് അല്പം കൂടുതൽ? നോക്കൂ, ആളുകളുടെ താല്പര്യത്തിന്, നമ്മുടെ വോട്ടർമാരുടെ താല്പര്യത്തിനായി, ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന നമ്മുടെ കമ്മ്യൂണിറ്റികളുടെ താല്പര്യത്തിനായി ഒരാളെ എതിർക്കുന്നതിനോ ആരെയെങ്കിലും കണ്ടെത്തി അവർ മോശക്കാരാണെന്നോ ഇത് ശരിയാണ് തെറ്റാണ് എന്നോ പറയുന്നതിനേക്കാളും ഞങ്ങൾ ആളുകൾക്കൊപ്പമാണ്. സർക്കാരിനെ നയിക്കാൻ രണ്ടു പാർട്ടിയും യോഗ്യരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ നിങ്ങളുടെ പ്രസംഗങ്ങളിൽ, നയങ്ങളിൽ നിങ്ങൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ആരെയാണ്? BJP അതോ SPയോ? ഞങ്ങൾ ആരെയും ലക്ഷ്യമിടുന്നില്ല. നിങ്ങൾ ഇപ്പോൾ വളരെ നയതന്ത്രജ്ഞനാണ്. അതായത് ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം മത്സരമാണ്. നോക്കൂ, നമ്മൾ സംസാരിക്കുന്നത് ഒരാളുടെ നയങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കുറിച്ചാണ്. അത് BJP അല്ലെങ്കിൽ അത് കോൺഗ്രസോ SPയോ ആകട്ടെ, ആം ആദ്മി പാർട്ടി ആകട്ടെ, അവർ എടുത്ത നയപരമായ തീരുമാനങ്ങൾ നമ്മുടെ ജനങ്ങളുടെ താല്പര്യമല്ല. അതിനെയാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. രാജ്യത്തെ നയിക്കാൻ കഴിയുന്ന ശരിയായ നല്ല ഉദ്ദേശമുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുന്നു. അതാണ് കൂടുതൽ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു.
ശരി, നിങ്ങളെ വളരെയധികം നയതന്ത്രജ്ഞനാകാതിരിക്കാൻ ശ്രമിക്കുന്നതിന് ഞാൻ മറ്റൊരു വഴി പറയട്ടെ. ഒന്നാമത്തേത്, നിങ്ങളുടെ വോട്ടുകളുടെ ഏറ്റവും വലിയ അപകടം എവിടേക്കാണ് പോകുന്നത്? BJP അതോ SPO? നിങ്ങൾക്ക് വോട്ട് ലഭിക്കാനുള്ള ഏറ്റവും വലിയ സാധ്യത എവിടെയാണ്? BJPയിൽ നിന്നോ അതോ SP അനുകൂലികളിൽ നിന്നോ? ഞങ്ങളുടെ വോട്ടർമാർ എല്ലാത്തരം പശ്ചാത്തലങ്ങളിൽ നിന്നും എല്ലാ സമുദായങ്ങളിൽ നിന്നും എല്ലാ ജാതികളിൽ നിന്നുമുള്ളവരാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ ആ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം വേണമെങ്കിൽ ഈ നിമിഷം ഞങ്ങൾ എല്ലാ മുന്നണികളിലും പോരാടുകയാണെന്ന് ഞാൻ കരുതുന്നു. ഒരു BJPയെയും കോൺഗ്രസിനെയും ഒരു SPയെയും കൂടാതെ നമ്മളെയും വോട്ടർമാർ ഉറ്റുനോക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഇത്. അതിനാൽ ഇത് 4 കോണിലും പോരാട്ടമായിരിക്കും. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ സന്ദേശം പണ്ട് കൂടെയുണ്ടായിരുന്ന വോട്ടർമാരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നീ എന്ത് ചിന്തിക്കുന്നു? നോക്കൂ, കഴിഞ്ഞ 2-3 വർഷമായി ഗ്രൗണ്ട് ആക്ഷൻ നടക്കുന്ന രീതി, കേഡറുകൾക്കൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ വോട്ടർമാരും തിരിച്ചു വരുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നമ്മുടെ സഹപ്രവർത്തകരെല്ലാം സമൂഹത്തിൽ പോയി വളരെ വ്യക്തത വരുത്തി സൗജന്യ റേഷൻ നൽകുന്നതിലൂടെ മോദി നിങ്ങൾക്ക് ഉപ്പ് തന്നുവെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ അവന്റെ പ്രീതിക്ക് പകരം വീട്ടാനുള്ള സമയമാണിത്. ഇത് മോദിയുടെ ഉപ്പല്ല. നിങ്ങൾക്ക് റേഷൻ നൽകാൻ നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുക്കുന്നത് നിങ്ങളുടെ നികുതിദായകരുടെ പണമാണെന്ന് ബെഹൻജി ഇത്തവണ വേദിയിൽ വളരെ വ്യക്തമായി പറഞ്ഞതായി ഞാൻ കരുതുന്നു. ഈ വിഷയങ്ങൾ ജനങ്ങളുമായി ഗ്രൗണ്ടിൽ ചർച്ച ചെയ്യുകയും അവരോട് ഇത് വിശദീകരിക്കുകയും ചെയ്യുന്നതാണ് കൂടുതൽ പ്രധാനമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ വൈകാരികമായി ആശയക്കുഴപ്പത്തിലാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, അത് മതത്തെക്കുറിച്ചോ സൗജന്യ റേഷനെക്കുറിച്ചോ സബ്സിഡിയുടെ പേരിൽ വികാരഭരിതരാകുന്നതിനോ ഈ വിഷയങ്ങളെല്ലാം ആഴത്തിലിറങ്ങി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. ആരാണ് അവരുടെ ക്ഷേമത്തെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ആരാണ് അവരുടെ നഷ്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ജനങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്നാൽ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും നിങ്ങളുടെ വോട്ടർമാരായിരുന്നു. ഇപ്പോൾ എല്ലാവരും അവിടെ പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങളും വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അവരത് ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നോക്കൂ, നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഞാൻ നിങ്ങളുടെ പണത്തിന്റെ 30% എടുത്ത് ആ 30%-ൽ നിന്ന് 1000 രൂപ ഞാൻ നിങ്ങൾക്ക് റേഷൻ നൽകി നാളെ മുതൽ നിങ്ങളുടെ ജോലി ഞാൻ എടുത്തു കളയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാകും. സൗജന്യ റേഷൻ സ്കീം കാണിച്ച് അദ്ദേഹം എന്നെ കബളിപ്പിക്കുകയും എന്റെ ജോലി തട്ടിയെടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഞങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ആളുകൾ മനസ്സിലാക്കുന്നു. അവർ വളരെ വിവേകമുള്ള ആളുകളാണ്. ഇത് സംഭവിക്കും, അത് സംഭവിക്കും എന്ന ഓരോ കഥ പറഞ്ഞാൽ വഴിതെറ്റി പോകുന്നവരല്ല നമ്മുടെ ആളുകൾ. ഇതൊരു വലിയ വെല്ലുവിളിയാണ്. യഥാർത്ഥ വെല്ലുവിളി എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രശ്നത്തിന്റെ യഥാർത്ഥ കാതിൽ നോക്കുകയാണെങ്കിൽ അതെന്താണ്? അവരുടെ പദ്ധതികൾ എങ്ങനെയാണ് വോട്ടർമാരെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നോക്കൂ, അവരെ തിരികെ കൊണ്ടുവരാൻ വിശദീകരിക്കുക എന്നതാണ് വെല്ലുവിളി എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കുക എന്നത് ഒരു വെല്ലുവിളിയാണ്. വിശദീകരിക്കുക എന്നത് അല്ലെങ്കിൽ ആളുകളെ മനസ്സിലാക്കുക എന്നത് ഒരു വെല്ലുവിളിയല്ല. നമ്മുടെ വോട്ടർമാർ വിവേകശാലികളാണ്. മോദിജിയെ കുറിച്ച് പറഞ്ഞാൽ 2 കോടി തൊഴിലവസരങ്ങൾ തരാം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് രാമക്ഷേത്രത്തെക്കുറിച്ച് ലോകമെമ്പാടും പ്രചരിപ്പിക്കുമെന്ന് മാത്രമാണ് മോദിയുടെ ഉറപ്പ്. ഞങ്ങൾ ജോലി, തൊഴിൽ, പണപ്പെരുപ്പം കുറക്കൽ എന്നിവയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ മതത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ജനാധിപത്യം ഉണ്ട്. ഈ ഇന്ത്യ മതം മാത്രമായി മാറിയിരിക്കുന്നു. ഇത് ഒരു മതത്തിന്റെ മാത്രം കാര്യമല്ല. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കും ഹിന്ദുവിന് തുല്യമായ അവകാശങ്ങളുണ്ട്. അതിനാൽ അതിന് മുൻതൂക്കം നൽകുന്നത് തെറ്റായ ഭരണമാണെന്ന് ഞാൻ കരുതുന്നു. ഇക്കുറി അവർ കൊണ്ടുവന്ന പ്രകടന പത്രികയും ഇന്ത്യയെ ഏത് ദിശയിലേക്കാണ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതെന്ന് അവരുടെ മനോഭാവം കാണിക്കുന്നു. നമ്മുടെ വോട്ടർമാർ അതിന് തയ്യാറല്ല. സത്യസന്ധമായി പറയൂ, നിങ്ങളുടെ ലക്ഷ്യം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പാണോ അതോ 2027 നിയമസഭാ തിരഞ്ഞെടുപ്പോ? അതിനാൽ ഞങ്ങൾ രണ്ടും ലക്ഷ്യമിടുന്നു. നിങ്ങൾ വളരെ നയതന്ത്രജ്ഞനാണ്. എല്ലാം തുല്യമാണ്. കാരണം എല്ലാവരും പറയുന്നു 2027 നിങ്ങൾ കൂടുതൽ ലക്ഷ്യമിടുന്നതെന്ന്. അതിനാൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് 2024. ഞങ്ങൾ നിലത്തിറക്കിയ സ്ഥാനാർത്ഥികളെ നിങ്ങൾ കണ്ടു അല്ലേ? ഇവരെല്ലാം പൂർണ്ണ ശക്തിയോടെ പോരാടുകയാണ്. അവർ ഫീൽഡിലാണ്. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷം അടുത്ത 6 ഘട്ട വോട്ടിംഗിലും എന്തെങ്കിലും നല്ല സ്വാധീനം കാണുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2024-ഉം 2024-ഉം വലിയ മുൻഗണനയാണ്. അതിനാൽ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. ഞങ്ങൾ 2027-നുള്ള അടിത്തറ സൃഷ്ടിക്കുകയാണ്. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഒരു ഉറച്ച തിരഞ്ഞെടുപ്പാണ്. 2027 നിങ്ങൾ ആരുമായും സഖ്യമുണ്ടാക്കുമോ? ഇല്ല, ഇപ്പോഴല്ല. ആ മാഡം ഒരു തീരുമാനം എടുക്കണം. 2027-ന്റെ കാര്യത്തിൽ ബെഹൻജി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടില്ല. ഒരു തീരുമാനമെടുത്തിട്ടില്ല. അതിനാൽ ഒരു സഖ്യകക്ഷി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുമോ? അല്ലായിരിക്കാം. അതിനാൽ സിദ്ധാന്തത്തിലെ ഒരു പ്രശ്നമാണ് ആപേക്ഷിക അഭാവത്തിന്റെ സിദ്ധാന്തം.
ദലിതരിൽ അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജാതിയുടെ വിവിധ തലങ്ങളുണ്ട്. ഉയർന്ന ജാതിക്ക് എതിരെയുള്ളതിനേക്കാൾ ആളുകൾ തങ്ങൾക്ക് തൊട്ടുമുകളിലുള്ള ജാതിയെ കൂടുതൽ വിരുദ്ധർ ആണ്. കാരണം അവർക്ക് ഉയർന്ന ജാതിക്കാരുമായി അത്ര സമ്പർക്കം ഇല്ലെങ്കിലും തൊട്ടടുത്ത ഉയർന്ന ജാതിക്കാരുമായി അവർക്ക് സ്ഥിരമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ദലിതർക്കുള്ളിൽ നിങ്ങൾക്ക് ആ പ്രശ്നമുണ്ടോ? ഒരു തരം ദലിതർ തങ്ങൾക്ക് മുകളിലുള്ള ജാതിയെ ഇഷ്ടപ്പെടുന്നില്ല, അവർക്ക് മുകളിലുള്ളതിനെ അവർ ഇഷ്ടപ്പെടുന്നില്ല. ആപേക്ഷികമായ ഇല്ലായ്മ. കഴിഞ്ഞ 4-5 വർഷമായി ഞാൻ രാജ്യത്തുടനീളം സമയം ചെലവഴിക്കുന്നത് ഞങ്ങൾ ഇതൊരു വെല്ലുവിളിയായി കണ്ടിട്ടില്ല. BSPക്ക് മുമ്പ് ഇത് ഒരു വലിയ ആശങ്കയായിരുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ കാലം പുരോഗമിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ജാതിയെക്കുറിച്ചോ ഒരു പ്രത്യേക സമുദായത്തെക്കുറിച്ചോ അല്ലെന്ന് അവർ കണ്ടു. SC, ST, OBC, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്നിവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് അവരിൽ നിന്നും പരസ്പരം പ്രയോജനം ലഭിക്കും. അതിനാൽ 2007 മുതൽ 2012 വരെയുള്ള സർക്കാരിനെ കണ്ടതിന് ശേഷമാണ് സമൂഹം ഇത് തിരിച്ചറിഞ്ഞതെന്ന് ഞാൻ കരുതുന്നു. സമൂഹങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് ശബ്ദം നൽകാനും അവരുടെ നേതാക്കൾക്കും അവരുടെ ഗുരുക്കന്മാർക്കും പ്രാതിനിധ്യം സൃഷ്ടിക്കാനും എത്രമാത്രം കൂട്ടായ്മ ചെയ്യാനാകും എന്നതിന്റെ സാക്ഷ്യമാണ് നമ്മൾ ഇപ്പോൾ ഉള്ള സാഹചര്യം. എന്നാൽ നിങ്ങളുടെ വോട്ട് ശതമാനം ക്രമേണ കുറഞ്ഞു അല്ലേ? നിങ്ങൾ കാലത്ത് വോട്ടർമാർ കുറഞ്ഞു, വോട്ടുകൾ കുറഞ്ഞു. ഇപ്പോൾ 13% മാത്രമായിരുന്നു. സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യത്തിന്റെ കാലത്ത് അത് 22-23%. ഇപ്രാവശ്യം മറ്റൊരു പാർട്ടിയും കൂടിയില്ല എന്നത് കണക്കിലെടുത്താൽ വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഈ വെല്ലുവിളി നിങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും? നോക്കൂ, 2014 കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ വോട്ട് വിഹിതം ഏകദേശം 19%. 2022 ഞങ്ങളുടെ വോട്ട് വിഹിതം ഏകദേശം 19%. 2024 ഞങ്ങൾ ഒറ്റയ്ക്ക് പോരാടി, ഞങ്ങൾക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. 29 ഞങ്ങൾ പോരാടിയപ്പോൾ ഞങ്ങൾക്ക് ഒരു സഖ്യ പങ്കാളിയുണ്ടായിരുന്നു. അങ്ങനെ അന്നും ഞങ്ങളുടെ വോട്ട് വിഹിതം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് 10 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു സഖ്യ പങ്കാളിയുമായി ജീവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ സീറ്റുകൾ ലഭിക്കും. നമുക്ക് ഒന്നുമില്ലാത്തപ്പോൾ അവർ തന്നെ നമ്മുടെ വോട്ട് വെട്ടി നമ്മുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുമോ, അല്ലെങ്കിൽ നിങ്ങൾ ആരോടെങ്കിലും പോരാടുമോ? നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരാളുടെ വോട്ട് വെട്ടിക്കുറക്കുകയാണോ എന്ന ആളുകൾ ചോദിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ വിപരീതമാണെന്ന് ഞാൻ കരുതുന്നു. അത് മറിച്ചാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ എതിർകക്ഷി നമ്മുടെ വോട്ട് വെട്ടിച്ച് നമ്മുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുന്നു. വിധാൻസഭയുടെ 2022 തിരഞ്ഞെടുപ്പിലും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത്. ആഖ്യാനം വളരെ മോശമായി ഗ്രൗണ്ടിൽ സൃഷ്ടിച്ചതിനാൽ ഞങ്ങൾക്ക് കൂടുതൽ കേടുപാടുകൾ സംഭവിച്ചു. ഞങ്ങൾക്ക് അത് ശരിയായി വ്യക്തമാക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ ഉടനടി നടപടിയെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്തവണ ഞങ്ങളുടെ വോട്ട് വിഹിതവും സീറ്റുകളുടെ എണ്ണവും വളരെയധികം മെച്ചപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനാൽ നിങ്ങളും മായാവതി ജിയും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ DCB നിങ്ങൾക്കെതിരായ കേസുകൾ വ്യാജമാണ്. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? ഉപദ്രവം, പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുണ്ടോ? ഇത് നിങ്ങൾക്ക് ഒരു ആശങ്കയാണോ? ഒന്നുകൂടി നോക്കൂ, നിങ്ങൾക്കെതിരെ ഒരു പോലീസ് കേസ് കിട്ടിയാൽ ഞാൻ ഇഡിയെ കുറിച്ച് സംസാരിക്കില്ല, ആൻഡ് CBI. എന്നാൽ ഇത് നിങ്ങളുടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്കെതിരെയുള്ള ഒരു സാധാരണ കേസാണെന്ന് കരുതുക. നിങ്ങൾ തെറ്റ് ചെയ്തില്ലെങ്കിലും ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല എന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മനസ്സിന്റെ പിൻഭാഗത്തുണ്ടാവും. അതിനാൽ നിങ്ങളുടെ മനസ്സിന്റെ പിൻഭാഗത്ത് നിരന്തരം അല്പം അസ്വസ്ഥതയോ അല്ലെങ്കിൽ അല്പം ആശങ്കയോ അനുഭവപ്പെടുന്നത് വളരെ മാനുഷികമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ തടയുന്നില്ല. കാരണം അത് നിങ്ങളെ തടഞ്ഞാൽ അവർ വിജയിച്ചു. അതെ, അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. റാലികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ബെഹൻജിയുടെ സമീപകാല പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിലവിലെ സർക്കാരിന്റെയും 2 നേതാക്കളുടെയും ഷോ നടത്തുന്നതിലെ തെറ്റ് എന്താണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. മായാവതി ജിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഞങ്ങളോട് കുറച്ച് പറയൂ. നിങ്ങൾ അവളെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ടോ? നിങ്ങൾ അവളിൽ നിന്ന് പഠിക്കുന്നുണ്ടോ? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നാമതായി, നിങ്ങളെ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? യഥാർത്ഥത്തിൽ അത് ആസൂത്രണം ചെയ്തതോ കുടുംബത്തിന് അനുയോജ്യമായ ഒന്നോ ആയിരുന്നില്ല. മാഡം പരസ്യമായി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, രാഷ്ട്രീയ മണ്ഡലത്തിൽ ഞങ്ങൾ കുടുംബത്തിൽ ആരും പങ്കെടുക്കാൻ പോകുന്നില്ലെന്ന്. പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന 2 നേതാക്കളെ മുൻകാലങ്ങളിൽ ഉയർത്താൻ അവർ ശ്രമിക്കുന്നു. കുടുംബത്തിന് പുറത്താണോ? കുടുംബത്തിന് പുറത്ത് എല്ലാവരും. പക്ഷേ എന്തോ ഒന്നോ മറ്റോ വിളറിക്കൊണ്ടിരുന്നു. അവർക്ക് അവസരത്തിനത് ഉയരാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ മനസ്സിലാക്കിയത്, മാഡം ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി, മുതിർന്ന ഉപദേശകർ പോലും ഇതേക്കുറിച്ച് വാദിക്കാൻ തുടങ്ങി, നിങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുവരുന്നതാണ് നല്ലത്, കുറഞ്ഞത് പാർട്ടി തെറ്റായ കൈകളിൽ അകപ്പെടില്ലെന്ന് ഉറപ്പാക്കാൻ. അങ്ങനെയാണ് കുടുംബ ചർച്ചകളെല്ലാം ഉടലെടുത്തത്. ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് എല്ലാ മുതിർന്നവരുടെയും തീരുമാനമാണ്. അത് നമ്മൾ എടുത്ത ഒന്നല്ല. ബെഹൻജിയും അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു സംയുക്ത ആഹ്വാനമായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം മുന്നോട്ട് പോകണമെന്ന്. തുടക്കത്തിൽ ഒരു തീൻ മേശയിൽ ഒരുമിച്ച് ഇരിക്കുന്നത് പോലെയായിരുന്നു. അതെ, അതിനാൽ അത് ഒരു കുടുംബ അത്താഴം മാത്രമായിരുന്നു.
മാഡം കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അന്ന് രാത്രി ഫാമിലി ഡിന്നർ കഴിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു അവൾ പറഞ്ഞത്, ശരി, പാർട്ടി എങ്ങനെ നീങ്ങുന്നുവെന്ന് നിങ്ങൾക്കറിയാം. എല്ലാ മുതിർന്ന നേതാക്കളിൽ നിന്നും വന്ന ഒരു കാര്യമാണ് പാർട്ടി പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരെയെങ്കിലും ഉൾപ്പെടുത്തണം എന്നത്. ഒരു അത്താഴം നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചോ? അത് എന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു അത്താഴമല്ല. ഈ രാഷ്ട്രീയ പോരാട്ടം കുട്ടിക്കാലം മുതൽ ഞങ്ങൾ വളരെ കാലമായി കാണുന്നുണ്ടെന്ന് ഞാൻ പറയും. BSPയുടെ മുദ്രാവാക്യം ആദ്യം അത് സോഷ്യൽ എഞ്ചിനീയറിംഗിനെ കുറിച്ചായിരുന്നു. നിങ്ങൾ പറഞ്ഞ ഒരു മുദ്രാവാക്യം കിംവദന്തിയായിരുന്നു. കൂടാതെ ഹാത്ത് നഹി ഗണേഷ് ഹേ എന്ന സോഷ്യൽ എഞ്ചിനീയറിംഗും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് വേളയിൽ നമുക്ക് കാണാൻ കഴിയും BSP കാ പെഹ്ചാൻ നീല ജന്ത ഹാത്ത് നിഷാൻ. അപ്പോൾ ഈ പുതിയ മുദ്രാവാക്യത്തിന്റെ കാരണം എന്താണ്? എന്തെങ്കിലും പ്രതിസന്ധി കാരണമാണോ? അതോ കുറെ കാലമായി സഖ്യം ഇല്ലാത്തത് കൊണ്ട് വോട്ടർമാർ അത് മറന്നുപോയത് കൊണ്ടാണോ? എന്താണ് അതിന് പിന്നിലെ കാരണം? നോക്കൂ, എല്ലാ മുദ്രാവാക്യങ്ങളും ഒരേ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് കൂടുതലും മറ്റൊന്ന് കുറിച്ചും ഉപയോഗിക്കുന്നത് പോലെയല്ല ഇത്. നിങ്ങൾ സ്റ്റേജിലായിരിക്കുമ്പോൾ പ്രേക്ഷകർ നിങ്ങളെ നോക്കുമ്പോൾ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതെന്തും നിങ്ങളുടെ മുദ്രാവാക്യമായി മാറുന്നു. അതിനാൽ നിങ്ങൾ സംസാരിക്കുന്ന മുദ്രാവാക്യം നീല ജന്ത ഹാത്ത് നിഷാൻ അത് വൈകാരികമാണ്, ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്നത് മാത്രമാണ്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് ഒന്നും പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നില്ല. കുറഞ്ഞത് ഈ ഭരണകാലത്തെങ്കിലും ഞങ്ങൾക്ക് അത്തരം ഒരു അജണ്ടയുമില്ല. നിങ്ങളുടെ പ്രസംഗങ്ങളിൽ നിങ്ങൾ വളരെ വാചാലനായ ഒരു കാര്യമാണ് യോഗിയുടെ ബുൾഡോസർ രാജ്. ഞങ്ങളുടെ കാഴ്ചക്കാരോട് പറയാൻ കഴിയുമെങ്കിൽ ബുൾഡോസർ രാജിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ബുൾഡോസർ രാജ് എന്നത് ശരിയായ അർത്ഥത്തിലാണ് ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ ബെഹൻജിക്ക് തന്റെ ഭരണകാലത്ത് ചെയ്യാൻ കഴിഞ്ഞതിൽ നിന്നാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ മാഡം ബുൾഡോസർ ഉപയോഗിച്ച് അതിക് അഹമ്മദിന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന അനധികൃത കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്തു. ബുൾഡോസർ രാജ് എന്നതിന്റെ യഥാർത്ഥ അർത്ഥം അതായിരുന്നു. യോഗിജിയുടെ ഭരണത്തിൽ ബുൾഡോസർ ചെയ്തിട്ടില്ല. പതിറ്റാണ്ടുകളായി വീടുകളിൽ താമസിക്കുന്ന ആളുകളെ വിജയകരമായി ഓടിക്കാൻ ഇതിന് കഴിഞ്ഞു. ഒരാളുടെ വീട്ടുകാരെ ഓടിക്കുക എന്നത് അഭിമാനത്തോടെ ആഘോഷിക്കപ്പെടേണ്ടതോ സംസാരിക്കേണ്ടതോ അല്ല. അത് വളരെ തെറ്റാണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇരട്ട എഞ്ചിൻ രാജ് എന്നതിന് പകരം ഇരട്ട ബുൾഡോസർ രാജ് ആണെന്ന് തോന്നുന്നുണ്ടോ? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. അത് രണ്ട് വഴികളാണ്. ഒന്ന് വലിയ തോതിൽ രാജ്യത്തെ നശിപ്പിക്കുന്നു, മറ്റൊന്ന് വലിയ തോതിൽ സംസ്ഥാനത്തെ നശിപ്പിക്കുന്നു. ആകാശ് ആനന്ദ്, രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം എന്ത് തോന്നുന്നു? നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇല്ലായിരുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു പ്ലാറ്റ്ഫോം ലഭിക്കാനുള്ള അവസരമുണ്ട്. BSPയിലെ എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറയാൻ ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിൽ ഇത്രയധികം വിശ്വാസം പ്രകടിപ്പിച്ചു, എനിക്ക് ഇത്രയും വലിയ ഉത്തരവാദിത്വം ലഭിച്ചു. അതിനാൽ എല്ലാ വിഭാഗങ്ങളിലും സമുദായങ്ങളിലും പെട്ട ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ കഴിയുന്ന അത്തരമൊരു അവസരം ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞു എന്നത് ഉത്തരവാദിത്വ ബോധമല്ലാതെ മറ്റൊന്നുമല്ല. അതിനാൽ ഇത് മറ്റൊന്നുമല്ല, ആളുകളുടെ സ്നേഹത്തിന്റെ സമ്മർദ്ദമായതിനാലാണ് എനിക്ക് അത്ര ഭാരമായി തോന്നാത്തത്. 5 മുതൽ 10 വർഷം വരെ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനായതിനാൽ നിങ്ങൾ ഒരു ദലിത് പാർട്ടിയായി തുടരുകയാണോ, അതോ നിങ്ങളുടെ അടിത്തറ വിശാലമാക്കണോ? ഞങ്ങൾ ഒരു ദളിത് കൂട്ടുകെട്ട് പാർട്ടിയല്ല. ഞങ്ങൾ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. അത് സിവിൽ ഗോത്രങ്ങളായാലും OBC ആയാലും ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നു. എല്ലാ സെറ്റുകളിലും നമുക്ക് മികച്ച നേതാക്കളുണ്ട്. അതിനാൽ നിങ്ങൾക്ക് വിശാലമായ അടിത്തറ വേണം, അല്ലേ? അതെ അതെ. ദളിതർ മാത്രമല്ലേ? ദളിതർ മാത്രമല്ല. എന്നാൽ അവ ഒരു പ്രാഥമിക അടിത്തറയാണോ? നോക്കൂ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു പ്രധാന വോട്ട് അടിത്തറയുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആ പ്രത്യേക ജാതിയിൽ നിന്നുള്ളവരായതിനാൽ ആ ജാതിയിൽ നിന്നുള്ള ആളുകൾ ഒരു ദേശീയ പാർട്ടിയെ നയിക്കുന്ന സ്വന്തം ആരെയെങ്കിലും കാണാൻ വളരെ ചായവ കാണിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അത് ആ ഒരു തോന്നലായിരിക്കാം. നിങ്ങൾ സ്റ്റേജിൽ പ്രസംഗിക്കുന്നത് ഞങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വളരെ ശക്തമായി സംസാരിക്കുകയും വളരെ ആക്രമണാത്മകമായി കാണപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ അക്രമാസക്തനല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വോട്ടർമാരുടെ മുന്നിൽ നിരവധി തടസ്സങ്ങളുണ്ട്. സന്ദേശം അവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് വളരെയധികം ശക്തി ആവശ്യമുണ്ടോ? അവരിലേക്ക് സന്ദേശം എത്തിക്കാൻ എനിക്ക് ബലപ്രയോഗം ആവശ്യമില്ല. ഞാൻ സ്റ്റേജിൽ കാണുന്ന ദേഷ്യം എന്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ദേഷ്യമാണ്. അവരുടെ ദേഷ്യം സ്റ്റേജിൽ പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം ലഭിക്കുന്നു. അവർക്കു വേണ്ടിയല്ല ഞാൻ ശബ്ദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത്. അടച്ചിട്ട മുറികളിൽ ഇരിക്കുന്ന വലിയ നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, അത് അവർക്കുള്ളതാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇനി 10 വർഷം കഴിഞ്ഞാൽ എവിടെയായിരിക്കും? 10 വർഷത്തെ യാത്രയില്ലെന്ന് ഞാൻ കരുതുന്നു. 30, 35, 40 വർഷത്തെ യാത്രയാണിത്. നിങ്ങൾ ഒരു നയതന്ത്രജ്ഞനാകണം. 35 വർഷത്തെ യാത്ര, അപ്പോൾ പ്രധാനമന്ത്രിയായി 35 വർഷമോ? ഇല്ല, എനിക്കല്ല. ബെഹൻജിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കുക എന്നത് മുഴുവൻ സമൂഹവും തങ്ങളുടെ ചുമലിൽ എടുത്ത ഒരു ജോലിയാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ അത് ഉടൻ തന്നെ കാണുമെന്ന് ഞാൻ കരുതുന്നു. അവൾ എങ്ങനെയുള്ള ആളാണെന്ന് 1-2 വാക്യങ്ങളിൽ വിവരിക്കുക. ശക്തയായ നേതാവ്, ശക്തയായ ഭരണാധികാരി, വളരെയധികം നീതി പുലർത്തുന്ന ഒരു വ്യക്തി. വ്യക്തിപരമായ കാര്യത്തിലോ? പേഴ്സണൽ എന്ന രീതിയിൽ ഒരു അമ്മയാണെന്ന് ഞാൻ കരുതുന്നു.
സ്വന്തം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തുന്ന ഒരാൾ. അവളുടെ കുടുംബത്തെ മാത്രം അവളുടെ സ്വന്തം കുടുംബമായി കണക്കാക്കുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ അവൾ നിങ്ങളോട് അല്പം കടുപ്പമാണോ? നിങ്ങളോട് കർശനമായി പെരുമാറാൻ നിങ്ങൾക്ക് ആരെയെങ്കിലും ആവശ്യമുണ്ട് അല്ലേ? ഒരു പ്രൊഫഷണൽ അർത്ഥത്തിൽ അതെ, അവൾ വളരെ കടുപ്പമുള്ളവനാണ്. എല്ലാവരെയും പോലെയാണ് ഞങ്ങളും പരിഗണിക്കപ്പെടുന്നത്. എനിക്ക് മുന്നിൽ എപ്പോഴും മുതിർന്ന നേതാക്കളുണ്ട്. പ്രൊഫഷണലിസം അതാണ് എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. നിങ്ങൾ ഒരു കുടുംബത്തിൽ നിന്ന് വന്നാലും ഇല്ലെങ്കിലും സീനിയോറിറ്റി എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ബഹുമാനിക്കപ്പെടുന്നു. എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ ഉള്ളത് എന്തെന്ന് വെച്ചാൽ, തിരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും പൂർണ്ണ ഭൂരിപക്ഷം ലഭിക്കാതെ വരികയും അവർക്ക് BSP പിന്തുണ ആവശ്യമുണ്ടെങ്കിൽ PJPയുമായി ചേർന്ന് സഖ്യം ചേർന്ന് സർക്കാർ രൂപീകരിക്കുമോ? ഫലം പുറത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യങ്ങൾ ചർച്ചാ വിഷയമാകുമെന്ന് തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ബെഹൻജി വ്യക്തമാക്കിയിരുന്നു. ഒരു സർക്കാർ രൂപീകരിക്കുന്നതിന് ഏതെങ്കിലും പാർട്ടിക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗമാകാനും ഞങ്ങളുടെ ആളുകളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്ത് ഞങ്ങൾക്ക് ഒരു ഓഫറും ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് തീർച്ചയായും വിലയിരുത്തും. അതിനാൽ ഒരു സർക്കാർ സഖ്യകക്ഷി എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു BJPയുടെ ഭാഗമാകാം എന്നാണോ? നമുക്ക് ആരുടെയും ഭാഗമാകാം. അതായത് സഖ്യം വന്നാലും എന്റെ സഖ്യത്തിന്റെ കൂടെയും നിങ്ങൾക്ക് ഭാഗമാവാമെന്നോ? അതിൽ ആരെങ്കിലുമായും നിങ്ങൾക്ക് ഒരു സഖ്യകക്ഷിയാകാം. ആകാശാനന്ദ്, നീ ഇന്ന് ചെറുപ്പമാണ്. നിങ്ങൾ UPയിലെ ഒരു വലിയ പാർട്ടിയുടെ പിൻഗാമിയാണ്. ഉത്തരവാദിത്വം നിങ്ങളുടെ ചുമലിലാണ്. ഒരു യുവാവെന്ന നിലയിൽ ഇന്നത്തെ രാഷ്ട്രീയത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ നിലവിലെ രാഷ്ട്രീയം എങ്ങനെ വിവരിക്കും? ഒരു BJPയുടെ പിൻഗാമി എന്നതിലുപരി എല്ലാ യുവാക്കളെയും പ്രതിനിധീകരിക്കുന്ന ഒരേയൊരു ചെറുപ്പക്കാരൻ നിങ്ങളാണെങ്കിൽ വിദ്യാസമ്പന്നനായ ഒരു യുവാവ് ഇന്നത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? ഒരു ചെറുപ്പത്തിൽ നിലവിലെ രാഷ്ട്രീയം എങ്ങനെ വിവരിക്കും? ഒരു BJPയുടെ പിൻഗാമി എന്നതിലുപരി എല്ലാ യുവാക്കളെയും പ്രതിനിധീകരിക്കുന്ന ഒരേയൊരു ചെറുപ്പക്കാരൻ നിങ്ങളാണെങ്കിൽ വിദ്യാസമ്പന്നനായ ഒരു യുവാവ് ഇന്നത്തെ രാഷ്ട്രീയത്തെ എങ്ങനെ കാണുന്നു? രണ്ടാമത്തേത് വിദ്യാഭ്യാസത്തിന് ശേഷമുള്ള തൊഴിലവസരമാണ്. നമുക്ക് വേണ്ടത്ര ജോലിയില്ല. പഠിച്ച ഈ മോശം വ്യവസ്ഥിതിയിൽ നിന്ന് പുറത്തുവരുന്നവർക്ക് പോലും അവർക്ക് ജോലി നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഇന്ന് 3 കോടിയോളം കുട്ടികളാണ് ബിരുദം നേടുന്നത്. അതിനുശേഷവും രാജ്യത്ത് 50-60 ലക്ഷത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ പുറത്തുവരുന്നില്ല. അതിനാൽ ഒന്നാമതായി അടിസ്ഥാനം നന്നാവാൻ നിങ്ങൾ വിദ്യാഭ്യാസ സമ്പ്രദായം ശരിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ എംപ്ലോയബിലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കണം. അതിനുശേഷം നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ശരിയാക്കണം. ഗതാഗത സംവിധാനം ശരിയായാലും ഇല്ലെങ്കിലും ഒരാൾ ഇന്ത്യ ഭരിച്ചാൽ രാജ്യത്തിന്റെ മുഴുവൻ റെയിൽവേ സംവിധാനവും ശരിയാകില്ല. ഇന്നും ഗ്രാമങ്ങളിൽ പോയാൽ 50-60 വർഷം പഴക്കമുള്ള അതേ തീവണ്ടികൾ ഓടുന്നു. അതിൽ ആളുകൾ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സർക്കാരിനെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത്? യുവാക്കൾക്ക് ഇത്തരം നിരവധി പ്രശ്നങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു യുവാവ് ജോലിക്കായി നോയിഡ, ഡൽഹി, ബോംബെ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നഗരത്തിൽ ഇത്രയും വലിയ സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കാൻ കഴിയാത്തത്? സ്വകാര്യ മേഖലയിലെ കമ്പനികൾ ചെറുപട്ടണങ്ങളിൽ ഓഫീസുകൾ തുറക്കുന്ന തരത്തിൽ നമുക്ക് സ്വകാര്യ മേഖലയെ വർദ്ധിപ്പിക്കാൻ കഴിയില്ലേ? അപ്പോൾ ആളുകൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ സാധ്യമാവില്ലേ? ഈ ആശങ്കകളെല്ലാം പരിഹരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടവയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കിഴക്കൻ UP വോട്ടർമാരിൽ എത്ര പേർ, പ്രത്യേകിച്ചും പടിഞ്ഞാറൻ UPയേക്കാൾ ദരിദ്രമായ പ്രദേശം, മറ്റ് സ്ഥലങ്ങളിലേക്ക് കുടിയേറി അതിനാൽ തിരികെ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല? കാരണം കിഴക്കൻ UPയിലെ പുരുഷന്മാരുടെ വോട്ടെടുപ്പിന് വരുന്നത് വളരെ കുറവാണ്. അതെ, വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് സംസ്ഥാനത്തെ 2ആയി വിഭജിക്കണമെന്ന ആശങ്ക മാഡം ഉന്നയിച്ചത്. കാരണം ആ പ്രത്യേക മേഖലയ്ക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. സാമ്പത്തികമായി മാത്രമല്ല, ഭരണപരമായ ശ്രദ്ധയും. അതുവഴി വികസനം മുൻകാലങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ വേഗതയിൽ സംഭവിക്കാം. ഇവിടെ വന്നതിന് വളരെ നന്ദി. വെയിലും ചൂടും നിങ്ങളെ ശല്യപ്പെടുത്തുന്നില്ല. ഈ കാലാവസ്ഥയിൽ നിങ്ങൾ എല്ലായ്പ്പോഴും പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിക്കാലം മുതൽ ചൂട് എനിക്ക് ഒരു പ്രശ്നമല്ലെന്ന് ഞാൻ കരുതുന്നു. അതിനാൽ ഇത് എന്റെ നേട്ടത്തിനായി പ്രവർത്തിക്കുന്നു. വളരെ നന്ദി. വളരെ നന്ദി. തീർച്ചയായും വളരെ നന്ദി. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു.